വയനാട് വടക്കനാട് ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ മുട്ടിക്കൊമ്പനെ ഉടൻ മയക്കുവെടി വെച്ചേക്കും. വടക്കനാട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രദേശവാസികളെ ശ്രദ്ധിക്കുക, ആനയെ മയക്കുവെടിയേക്കാൾ അപകട സാധ്യതയുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, നേരത്തെയും മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് സ്ഥിതി? അനീഷ, ഇത്രയും സമയം വനം വകുപ്പ് മുട്ടിക്കൊമ്പനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്പം മുമ്പ് മയക്കുവെടി വെക്കും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാത ഒരുക്കേണ്ടതുണ്ട്. അതിൽ ചെറിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ആനയെ പിടികൂടണം എന്നുള്ളതായിരുന്നു വനംവകുപ്പിന് മുമ്പിലുള്ള ആദ്യ ദൗത്യം. എന്നാൽ ഇപ്പോൾ ഇരുട്ട് വീഴാറാകുന്നു, 5 മണിയോട് അടുക്കുന്ന സമയം. പക്ഷേ ഇപ്പോഴും ആനയെ മയക്കുവെടിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് ഈ മുട്ടിക്കൊമ്പൻ്റെ കൂടെ മറ്റൊരു ആനകൾ കൂടി ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിലൊരു ആന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സൂചനയുണ്ട്. അപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തിരച്ചിലൊക്കെ തന്നെ ശക്തമായി ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തുടരുകയാണ്. ഇന്നിപ്പോൾ മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം 6 ദിവസം പിന്നിടുകയാണ്. ഇതിനു മുമ്പ് ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും അന്ന് ദൗത്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അന്ന് പിന്നീട് ആന ഉൾക്കാട്ടിലേക്ക് വലിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആനയെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യം വനംവകുപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 5 മണിക്കാണ് വനംവകുപ്പിന്റെ റഡാറിൽ ഇന്ന് വീണ്ടും ആ മുട്ടിക്കൊമ്പനെ കണ്ടെത്തിയത്. അതേ തുടർന്ന് കൃത്യമായിക്കൊണ്ടുള്ള നിരീക്ഷണം തുടർന്നു വരികയായിരുന്നു. ഉച്ചവരെ ആനയെ മയക്കുവെടി വെക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആനക്ക് സഞ്ചരിക്കാനുള്ള ഒരു സഞ്ചാരപാത ഒരുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആന എന്തായാലും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് സഞ്ചാരപാത ഒരുക്കാൻ കഴിഞ്ഞാൽ മയക്കുവെടി വെക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അനീഷ.